ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് 2-3 ഭക്തിഗാനങ്ങളോടുകൂടി ആരംഭിക്കാം. ഉദിച്ചുയർന്നോ മാമലമേലെ ഒരു പഞ്ചാരപ്പൊടി കറിയില്ല സാമ്പാറൊന്നുമില്ല. ഇടയ കന്നകെ പോരുകനീ Now I'm in a hotel. That's why you hearing sound from here and there. ഞാനിവിടെ രാവിലെ ഒരു ഹോട്ടലിലാണ്. ഇവിടെ എൻ്റെ മുന്നിൽ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും രാവിലെ തന്നെ പുട്ടും കടലയൊക്കെയാണ് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. मेरे दर्शकों, मैं होटल में മോർണിംഗ് വാക്ക് എ ബാത്ത് സംജ. അപ്പോൾ നമുക്കിന്ന് സംസാരത്തിൽ ഞാൻ എന്ന് പറയാൻ പോകുന്നത് WH ക്വസ്റ്റ്യനാണ്. അത് വളരെ നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും സ്വാഭാവികമായിട്ട്. അപ്പോൾ അതിൻ്റെ മറുപടി നമ്മൾ പറയും. അപ്പോൾ എങ്ങനെ ഈ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് പറയാം. ഈ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഹോട്ടൽ, പനയമ്പാടം, കരിമ്പ പഞ്ചായത്ത്, പാലക്കാട് ഡിസ്ട്രിക്ട്, കേരള, ഇന്ത്യ. അപ്പോൾ ഇവിടെ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലാണ്. അതായത് നോൺ വെജ് ആൻഡ് വെജ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ പല ആളുകൾ എന്താണ് ഈ WH ക്വസ്റ്റ്യൻസ് എന്ന് കരുതും. വളരെ എളുപ്പമാണ്. ഇപ്പോൾ WH വാട്ട്, വിച്ച്, വെൻ, വേർ, ഹൂ, ഹും അല്ലേ, ഇങ്ങനെ ഒരുപാട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ H എന്ന് പറഞ്ഞാൽ Hൽ തുടങ്ങുന്നത് ഹൗ അല്ലേ, ഇതിനോടൊപ്പം ഏതെങ്കിലും ഓക്സിലറി വരാറുണ്ട്. എന്നാൽ അത് ചോദ്യമാവും. You know, we usually use WH questions. It's what? It starts from what, which, when, where, then how, with an auxiliary. मेरा दर्शकों, आपको समझा? मैं एक आज क्वेश्चन आपको लिए. What is your name? आपका नाम क्या है? എന്താണ് നിങ്ങളുടെ പേര്? അപ്പോൾ സ്വാഭാവികമായി നമ്മളതിന് ഉത്തരം പറയും. എൻ്റെ പേര് ഇന്നതാണ്, സതീഷാണ്, അല്ലെങ്കിൽ മുസ്തഫയാണ്, അല്ലെങ്കിൽ ജോർജാണ്, ജോസഫാണ്, ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പമായിട്ട് വേർ ആർ യു ലിവിങ് അല്ലേ, വേർ ആർ യു ലിവിങ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. ആ കഹാം സേ രക്തി ഹെ, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അല്ലേ. ഹൗ ആർ യു, H വരുന്ന ചോദ്യം അല്ലേ. Hലെ ഹൗ ആർ യു എന്ന് പറഞ്ഞാൽ ചോദ്യം തന്നെയല്ലേ, എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആ കൈസേ ഹോ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായ ആൻസർ എന്തായിരിക്കും? മേ ടീക്ക് ഹോ, അച്ഛാ ഹോ, ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ പറയുന്നു അല്ലേ. അതുപോലെ തന്നെ വിച്ച് ചോദിക്കും, ഏത് എന്നുള്ള അർത്ഥത്തിലാണ് നമുക്ക് ചോദിക്കുന്നത്. വാട്ട് എന്ത് അല്ലേ. വിച്ച് ഈസ് യുവർ ഫ്രണ്ട്സ്, ഏതാണ് നിന്റെ കൂട്ടുകാരൻ. ആപ്ക സാത്തി ദോസ്ത് കോൻ ഹെ, ആരാണ് നിന്റെ കൂട്ടുകാരൻ. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പമായിക്കൊണ്ട് നമുക്കിത് പഠിച്ചെടുക്കാൻ കഴിയും. ചോദ്യങ്ങൾക്ക് നമ്മളെ അതേപോലെ മറുപടി പറയാൻ കഴിയും. അപ്പോൾ ഇത് വളരെ സംസാരത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ, ഇപ്പോൾ നിങ്ങൾ ശബ്ദമൊക്കെ കേൾക്കുന്നത് പോലെ എൻ്റെ മുന്നിലിരിക്കുന്ന ആള് ഫോണിൽ കൂടി സംതിങ് ചാറ്റ് വിത്ത് someone. അപ്പോൾ ശ്രദ്ധിക്കുക. ആദ്യം ചായ ഓർഡർ ചെയ്യുന്നു. എന്തായാലും നമുക്ക് ക്ലാസ് തുറന്നുകൊണ്ട് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വാട്ട്, വിച്ച്, വെൻ, എപ്പോഴെന്നുള്ളത് അല്ലേ. വെൻ ഈസ് ഇറ്റ് ഹാപ്പൻ, ഇതെപ്പോൾ സംഭവിച്ചു. വെൻ ഈസ് ഇറ്റ് ഹാപ്പൻ, കബ് ഹുവാ, കബ് ഹുവാ, ഇതെപ്പോഴാണ് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന്. അതുപോലെ ഹൂ ചോദിക്കുമ്പോൾ ഹൂ ആർ യു, ആ കോൻ ഹെ, നിങ്ങൾ ആരാണ് അല്ലേ. അപ്പോൾ ഞാൻ പറയാം ആമേൻ. അപ്പോൾ നമ്മളടുത്ത് ചോദിക്കാൻ വേറെ ആർ യു ഫ്രം ചോദിക്കാറുണ്ട് ആളുകൾ അല്ലേ. നിങ്ങൾ എവിടുന്ന് വരുന്നു, ഏത് നാട്ടുകാരനാണ്. ഐ എം ഫ്രം ഇന്ത്യ, ഐ എം ആൻ ഇന്ത്യൻ, മേം ഭാരത് സെ, ആരാ ഹി ഹൂ അല്ലേ. അപ്പൊ നമുക്കറിയാം മേ വന്നാൽ ഹൂം ഉപയോഗിക്കുന്ന ഗ്രാമർ നിയമങ്ങൾ അങ്ങനെയൊക്കെയാണ്. നമുക്ക് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ
നമുക്ക് അങ്ങോട്ട് പുട്ട് ഓർഡർ ചെയ്യുന്നു. പഴയ ചായക്കടയില്ലേ? പുട്ട് 2 3 കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സമ്മതിക്കണം, കഴിക്കാനും ഒരു ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഇനി അടുത്ത ക്ലാസ് നമ്മൾ തീർച്ചയായും കണ്ടുകഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വശ്യമായി ഈ 3 ഭാഷകളും സംസാരിക്കാനും കഴിയും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞു, സോ മെനി ടൈംസ്. അതായത് ജോലിയുള്ള ആളുകളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഫോൺ വെച്ചുകൊണ്ട് ഇത് യു ക്യാൻ ഹിയർ, യു കുഡ് ഹിയർ, യു ഷുഡ് ഹിയർ, യു ഷുഡ്. വെർ ഈസ് ഇറ്റ്? വെർ ആർ യു വർക്കിംഗ് ഓർ വാട്ട്സ് യുവർ വർക്ക്? എനിത്തിങ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും വളരെ എളുപ്പത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നിവിടെ ക്ലാസ് നിർത്താം. ഓക്കെ ദെൻ, ഗുഡ് ബൈ. ഓക്കെ, പപ്പുണ്ടോ വരുമ്പോ